ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ സി.പി.എമ്മും കോൺഗ്രസും ലീഗും ചേർന്നുകൊണ്ട് ഒരു അവിശുദ്ധ അച്ചുതണ്ട് രൂപീകരിച്ചിരിക്കുകയാണ്. ബി.ജെ.പിയെ തോൽപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി വളരെ ബോധപൂർവം വോട്ട് ഷിഫ്റ്റിങ്ങിന് വേണ്ടി ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയാണ് കേരളത്തിൽ ഈ മൂന്ന് പാർട്ടികളും ചേർന്ന് നടത്തിയിട്ടുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സന്ദർഭത്തിലും പ്രചരണത്തിന്റെ സന്ദർഭത്തിലും എല്ലാം ഇത് വ്യക്തമായി നിഴലിച്ച് കാണുന്നുണ്ട്. നിങ്ങൾക്കത് പരിശോധിച്ചാൽ മനസ്സിലാവും. മഞ്ചേശ്വരത്തും കാസർഗോഡും LDF നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെ നിങ്ങൾ പരിശോധിച്ചാൽ മതി. മഞ്ചേശ്വരത്ത് ലീഗിനെ സഹായിക്കാൻ അവസാന നിമിഷം CPM സ്ഥാനാർത്ഥിയെ മാറ്റി. ആ മാറ്റിയത് ഏത് ധാരണയുടെയും ഏത് ഡീലിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് അവിടുത്തെ UDF സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. മഞ്ചേശ്വരത്തെ UDF സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് പറഞ്ഞത് CPM ഞങ്ങളെ സഹായിക്കും, SDPI ഞങ്ങളെ സഹായിക്കും, അങ്ങനെ ഒരു ധാരണ ഞങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. കാസർഗോഡ് പരമ്പരാഗതമായിട്ട് INL മുതിർന്ന നേതാക്കന്മാർ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇപ്രാവശ്യം തീർത്തും അപ്രസക്തനായ ആർക്കും അറിയാത്ത ഒരു പുതിയൊരു മുഖത്തെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന്റെ അവസാന മുഹൂർത്തത്തിൽ LDF അവതരിപ്പിക്കുകയാണ്. കാസർഗോഡ് അങ്ങനെ സ്ഥാനാർത്ഥി നിർത്തിയത് പകൽ പോലെ വ്യക്തമാണ്, ലീഗിനെ സഹായിക്കാനാണ്. അപ്പൊ കാസർഗോഡും മഞ്ചേശ്വരത്തും ലീഗിനെ സഹായിക്കാൻ CPO LDF തീരുമാനിച്ചത് ഡീലിന്റെ അടിസ്ഥാനത്തിലാണ്. അത് CPM വ്യക്തമാക്കണം. പാലക്കാട് കാലാകാലമായിട്ട് CPMന്റെ പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. CPMന് എത്രയോ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ, കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ മത്സരിക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ ഈ പ്രാവശ്യം എന്തിനാണ് CPM ഒരു സ്വതന്ത്ര പരിവേഷം കെട്ടി ഒരു വ്യവസായിയെ മത്സരിപ്പിക്കുന്നത്? അത് കോൺഗ്രസിന് വേണ്ടി സഹായിക്കാനാണെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. അപ്പോൾ പാലക്കാട് ഡീല് കോൺഗ്രസും CPM തമ്മിലാണ്. തൃശ്ശൂരിൽ CPI എല്ലാ കാലത്തും CPIയുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. ആ തൃശ്ശൂർ മണ്ഡലത്തിൽ ഈ പ്രാവശ്യം എന്താ ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് CPI നിർത്താത്തത്? എന്താ LDF നിർത്താത്തത്? അത് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്? അപ്പൊ ഈ മണ്ഡലങ്ങളൊക്കെ BJPയുടെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലെല്ലാം CPMും ലീഗും പരസ്പരം, CPMും കോൺഗ്രസും പരസ്പരം സഹായിച്ച് BJPക്കെതിരായിട്ടുള്ള ഒരു അച്ചുതണ്ട് രൂപീകരിക്കാൻ വേണ്ടി പരിശ്രമിച്ചതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്.